ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല മഴയുണ്ടാവും. ആദ്യമൊക്കെ മഴ കാണുമ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം മഴ കാണുമ്പോൾ ഉള്ളിലൊരു പേടിയുണ്ട്. ഇങ്ങനെ നിർത്താതെ പെയ്യുന്നത് കാണുമ്പോൾ ഇനി എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക എന്ന് ആലോചിച്ചിട്ട്. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ളത്. പെരുന്നാളിന് അറവുണ്ടായപ്പോൾ അതിൻ്റെ കുറച്ച് ഇറച്ചി ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനുള്ള ചെറിയുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ ചെറിയുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഉമ്മ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബീഫ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. ഉമ്മ ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുത്തേണ്. കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഉലുവ പൊട്ടിച്ചെടുക്കണം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി എടുക്കുമ്പോൾ നമ്മൾ എത്രയാണോ ഇറച്ചിയെടുക്കുന്നത് അതിന് പാകമായിട്ട് വേണം എടുക്കാൻ. ഇനി ചെറിയുള്ളി 2 കഷ്ണാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വല്യുള്ളിയും ചേർക്കുന്നുണ്ട്. ഒരു വല്യുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്യുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരു 3-4 ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക, ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട്. ബീഫ് വരട്ടുമ്പോൾ ചിലരൊന്നും തക്കാളി ചേർക്കലില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വെണ്ടക്കുപ്പേരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനുള്ള പാന് ചൂടാക്കാനായിട്ട് വെച്ചാണ്. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗരം മസാല ചേർത്താണ്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകും, ഇത്ര മാത്രമേ ചേർക്കണുള്ളൂ. അതിനുശേഷം ആ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിൻ്റെ സ്റ്റോക്കോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യുള്ള ഇറച്ചിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെണ്ടക്കുപ്പേരിക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഉമ്മ വലിയുള്ളി ഒന്നിങ്ങനെ വാട്ടിയെടുത്തേന്. ഒരു പകുതി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ആ മുട്ട ജസ്റ്റ് ഒന്നിങ്ങനെ ചിക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പേരിയിലേക്ക് മുട്ട ചിക്കി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തേങ്ങയും ചേർക്കും. ഇപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല, മുട്ടയും ഉള്ളിയും ഉള്ളതുകൊണ്ട് അത് മാത്രമാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ബീഫ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അത് അടച്ച് വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം.
അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ ഒരു ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് നെല്ലിക്കൻ്റെ ജ്യൂസാണ്. നെല്ലിക്കയിൽ മധുരമൊന്നും ഇടാതെ ജസ്റ്റ് നെല്ലിക്ക മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി തരും. അങ്ങനെ ബാക്കിയുള്ള പരിപാടികളും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇന്നൊരു സിമ്പിൾ ലഞ്ചാണ്. ബീഫ് വരട്ടിയതുണ്ട്, പിന്നെ തൈരുണ്ട്, ഉപ്പേരിയുണ്ട്, ഇത്രയാണ് ഉള്ളത്. പപ്പടവും ഉണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു എൻ്റെ വീട്ടിൽ എന്നും ബീഫാണോ എന്ന്. എന്നും ബീഫൊന്നുമല്ല, ഞാൻ അധികവും വീഡിയോ എടുക്കാൻ നിൽക്കുക ബീഫുള്ള ദിവസമാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നും ബീഫൊന്നുമല്ല കേട്ടോ, നമ്മളും സാധാ പച്ചക്കറിയും മീനൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കൽ. ഇപ്പം നമുക്ക് എങ്ങോട്ടും പോകാനോ ഒന്നും ചെയ്യാനും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിയാണ്. അപ്പം ഞാൻ പഴയ എൻ്റെ കുറച്ച് ഹോബീസൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പണ്ട് അത്യാവശ്യം പെയിൻറ്റ് ചെയ്യാനു, ഈ ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്യുക അങ്ങനത്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കളേഴ്സ് ബാക്കിയുണ്ട്, പിന്നെ ഒരു ബോട്ടിലും ഉണ്ട്. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇത് കോളേജിലേക്ക് എന്തോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ച കളേഴ്സേനു. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട്. ആകെ 4 കളറുള്ളൂ. ആ 4 റെഡിൽ തീരെ ഇല്ലേനും. ഞാൻ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിന് ബോട്ടിലിൽ പിടിക്കുമോ എന്നറിയില്ല. അങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൽ യെല്ലോ പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ അതിൽ വേറെ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ആക്കാമെന്നാണ് വിചാരിക്കണേ. ഞാൻ കൈ വെച്ചിട്ടാണ് യെല്ലോ പെയിൻറ്റ് ആക്കണത്. കൈ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നത് കാണാൻ നല്ല രസമാണ്. നല്ലൊരു ഭംഗി കിട്ടും ബോട്ടിലിന്. ബോട്ടിലിപ്പോൾ കംപ്ലീറ്റ് യെല്ലോ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ ഡിസൈൻ ആക്കാൻ പോണത്. ഈ ബോട്ടിലിൽ ഞാൻ വേറെ ഏതെല്ലോ കളേഴ്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്യുവർ റെഡ് അല്ല. അങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ യെല്ലോ കളറിലാക്കിയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു കളറായിട്ട് കിട്ടീന്. ഇനി അത് ഒരു സീറോ ബ്രഷിൽ എടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ മേലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആക്കി കൊടുക്കുകയാണ്. ഉച്ചക്ക് ബീഫൊക്കെ കഴിച്ചുകൊണ്ട് രാത്രി നമ്മളെന്തെങ്കിലും സിമ്പിളായിട്ടുള്ളതാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് തന്നെയാണ് മയണൈസും ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ, ഒന്ന് കയറിയിട്ട് നോക്കുക. ഇങ്ങനെ സാൻഡ്വിച്ചൊക്കെ ആക്കാമെന്ന് പറയുമ്പം എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ്. അനിയന്മാരൊക്കെ വരും കിച്ചണിലേക്ക്. അപ്പോൾ ഒരാളവിടെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കുന്നുണ്ട്, മറ്റാൾ മയണൈസ് ഉണ്ടാക്കുന്നുണ്ട്, ഉമ്മ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ ബട്ടറാക്കിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഇതേ പാനിൽ തന്നെ തക്കാളി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്.
പിന്നെ ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ട് 2 മുട്ട ഓംലെറ്റ് ആക്കി എടുക്കുകയും ചെയ്ത്. നമ്മൾ സാൻഡ്വിച്ചിൻ്റെ എല്ലാം ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ റെഡിയാക്കിയ സംഭവങ്ങളെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ അവരവർ തന്നെ ആക്കി തിന്നാണ് ചെയ്യൽ. ബ്രെഡിൽ മയണൈസ് ആക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വേഗം പണി ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡിൽ ഇങ്ങനെ മയണൈസ് ആക്കിയിട്ട് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ സാൻഡ്വിച്ച് റെഡിയാക്കുകയാണ്. ഇതിൽ മുട്ട, ഉള്ളി, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ തന്നെ വെച്ചിട്ടുള്ളൂ. പച്ചക്കറികളൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസമാണ് മണ്ണിടിച്ചിലിൻ്റെ വാർത്തയും പിന്നെ അതുപോലെ ഫ്ലൈറ്റ് അപകടത്തിൻ്റെതും ഒക്കെ കേട്ടത്. അപ്പോൾ വീഡിയോ ഇടാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലേനു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത്. ഇനിയും ഇതുപോലത്തെ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാം നല്ലപോലെ ആവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.